ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ റീഡിംഗിൽ വരുന്ന ക്ലോസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസൊനേറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണ് എന്ന് കരുതി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല യൂണിവേഴ്സിന്റെ ഭാഗത്ത് നല്ലൊരു ഗൈഡൻസ് മെസ്സേജും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. കറന്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. Current situation of your person. Current situation of your person. Current situation of your person. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ, നിങ്ങളെ അവഗണിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിച്ചു പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്. കറന്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങളെ വിട്ടിട്ട് പോയ അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കി പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്. ഇനി അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ. ഇപ്പം അവർ വളരെ ഹാപ്പി ആണോ. എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അവരുടെ റിലേഷൻ, ഇപ്പം അവർ പോയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ ഹാപ്പിയാണോ. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ്, ഈ ഒരു സമയത്ത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നതാണ്. ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പാസ്റ്റിൽ നല്ല തിളങ്ങി നിന്നിരുന്ന, ഹാപ്പി ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു സമയത്ത് പക്ഷെ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് നീതി തരാതെ പോയി, അങ്ങനെ പോയത് കൊണ്ട് തന്നെ അവരൊരു കർമ്മ ഫേസ് ചെയ്യുന്നു. അതാണ് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഒന്ന് കാണാനായിട്ട് വരുന്നത്. ഏത് സാഹചര്യത്തിലാണോ അവരിപ്പോൾ ഉള്ളത്, അതായത് ചിലപ്പോൾ അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അവരുടെ വൈഫ്, ആരുടെ കൂടെ ആണെങ്കിലും ഇപ്പൊ അവര് ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരാളുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒബ്സർവേഷൻ നിൽക്കുക. നമ്മൾ ജെന്യുവനായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ ഒബ്സർവേഷനിൽ അല്ലെങ്കിൽ ഒരാളുടെ വിലയിരുത്തലിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു വീർപ്പുമുട്ടലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഒബ്സർവേഷനിൽ, ഒരു വ്യക്തിയുടെ ഒബ്സർവേഷനിലാണ് ഇവരെപ്പോഴും. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ഇവർക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ ഇവർ ആ ഒരു സിറ്റുവേഷൻ വിട്ട് പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ഇവരെ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കടക്കാതിരിക്കാൻ വേണ്ടി ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളും ആയിരിക്കും ഇത്. അപ്പൊ എന്തായാലും അവരവിടെ ഇങ്ങനെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അവർ ഒരു ഡാർക്ക്നെസ്സിൽ അപ്പൊ അവർക്ക് താങ്ങാത്ത അത്രയും ഒരു ഭാരം ചുമക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ഡിഫിക്കൽട്ടാണ്, അവർക്ക് ഒട്ടും പറ്റുന്നില്ല. അത്ര
അത്രയ്ക്കധികം ഭാരമാണ് അവരുടെ മേലേൽപ്പിച്ചു. അത് ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആകാം, സാമ്പത്തികപരമായ കാര്യങ്ങളാകാം, എന്ത് തന്നെയാണെങ്കിലും വളരെ ടയേർഡ് ആയിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. വളരെ ടയേർഡ് ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അവർ സ്പിരിച്വലി വരെ ഒത്തിരി സ്പിരിച്വൽ പരമായൊക്കെ ഒന്നും കണക്ഷനൊന്നും ഇല്ലാത്ത വ്യക്തികളായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് അവർ വളരെയധികം സ്പിരിച്വൽ കണക്ഷനൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം ലൈഫിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ചില ഡൗൺസ് നമ്മൾ തന്നെ നമുക്ക് വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. വാങ്ങിയിട്ടുള്ളതെന്ന് മീൻസ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വാങ്ങുന്നു. അതായത് വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വെക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ചില ഡൗൺസ് ഒക്കെ കിട്ടുന്നത്. അല്ലാതെ ഉള്ള വരുന്നതെല്ലാം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വ്യക്തിക്ക് ശരിക്കും പറ്റിയിട്ടുള്ളത്. മാനസികവും ശാരീരികവുമായിട്ട് ഈ വ്യക്തി വളരെയധികം തളർന്നു. അതുപോലെ തന്നെ ചില അസുഖങ്ങളൊക്കെ ഇവരെ ബാധിക്കുന്നു ഒക്കെ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ കിട്ടിയിരിക്കുന്ന എന്താണോ ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് നിങ്ങൾക്കും പറ്റിയത്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. ഒത്തിരി അളവിൽ കൂടുതൽ സ്നേഹം കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഹെൽത്തി ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്തില്ല. നിങ്ങളുടെ തലയിൽ എടുത്തു വെച്ച വ്യക്തി. അപ്പൊ അത് അവര് അവിടെ നിന്ന് നിങ്ങളുടെ തലയിൽ കയറിയെന്ന് ചെവിയിൽ നിന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നത്. അപ്പൊ ഇത് ഇവിടെ പറഞ്ഞത് ഈ ഒരു പേഴ്സണും ഇതുപോലെ തന്നെ ഇപ്പൊ ഇവർ അനുഭവിക്കുന്നതെല്ലാം ഇവർ ചോദിച്ചു വാങ്ങിയതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവരുടെ ഒരു പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം ഇവർക്ക് കിട്ടി. നിങ്ങളും ഇത് തന്നെയാണ് ചെയ്തത്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വേറെ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ഒന്നിനോ പോയില്ല. നിങ്ങൾ ഈ വ്യക്തിയെ എടുത്ത് തലയിൽ വെച്ചു. അതാണ് നിങ്ങൾക്ക് പറ്റിയത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂന്നാമത് തേർഡ് പാർട്ടീനെ എടുത്ത് തലയിൽ വെച്ചിട്ട് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പൊ അതിനവർക്കൊരു കർമ്മ കിട്ടി എന്ന് തന്നെയാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കുറച്ചൊരു ജെന്യൂനിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു റിലേഷനിലായിരിക്കുന്ന ആള് മറ്റൊരാളെ എടുത്ത് തല വെക്കാൻ പോകുമ്പോൾ അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന് തക്കതായ ഒരു പ്രതിഫലം ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ അതാണ് ഇപ്പൊ ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ വ്യക്തിയുടെ ലൈഫിൽ നടക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ ഒരു ജീവിത ലൈഫ് സ്പാനിൽ ഇത് വരണം ഇവർക്ക്. എന്നാൽ മാത്രമേ ഇവർ കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അതായത് ഓരോ മനുഷ്യന്റെയും ലൈഫിൽ പല പല ആളുകൾ കയറി വരികയും ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങി പോവുകയും ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് നടക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒരു സാധാരണ സംഭവം തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു പെയിന്, ബുദ്ധിമുട്ടുകൾ എല്ലാം തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമല്ല അവർ അനുഭവിക്കേണ്ടിയിരുന്നത്. കാരണം നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ യൂണിവേഴ്സ് വിട്ടിട്ടുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഇവര് ആയിരിക്കുമ്പോൾ ഈ പോകണമെന്നും അവിടെ ചെന്നതിന് ശേഷം ഇതൊക്കെ അനുഭവിക്കണമെന്നും ഒക്കെ ഇവരുടെ ഒരു ലൈഫ് സൈക്കിളിൽ ഉള്ളതാണ്. അത് കംപ്ലീറ്റ് ആകാനായിട്ട് വേണ്ടിയിട്ടാണ് അവര് ഇത്തരത്തില് ആ ഒരു പേഴ്സന്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഒരു സിറ്റുവേഷൻ ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക, ഷോർട്ട് ടെമ്പേർഡായിരുന്നു, ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു, ഒരു ചിന്തയില്ല, അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത പോലെ പോകുന്നു, ബിഹേവിയർ അത്തരത്തിലുള്ള ബിഹേവിയർ ആയിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് ചേഞ്ചസ് വന്നിരിക്കുകയാണ്. കാരണം അവരൊരു അണ്ടർ ഒബ്സർവേഷൻ എന്നാണ് ശരിക്കും പറയാൻ പറ്റുന്നത്. ഒരു ഒബ്സർവേഷനിലാണ് എപ്പോഴും. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ വ്യക്തി പല കാര്യങ്ങളിലും ഒരു അസഹിഷ്ണുതയൊക്കെ കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി പഠിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രവൃത്തികൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് ഈ വ്യക്തി പോയിട്ടുള്ളത്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ തലയിൽ കയറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹത്തിന്റെ പുറത്തുള്ളത്. ഈ വ്യക്തി തേർഡ് പാർട്ടി എടുത്ത് തല കയറ്റി വെച്ചത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതിനു ശേഷമാണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു കർമ്മ തിരിച്ചടി കിട്ടാതിരിക്കാൻ വയ്യ. ഈ വ്യക്തി അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് ആ ഒരു വ്യക്തിയാല് ഇവര് ചീറ്റ് ചെയ്യപ്പെടുകയാണ്. ആ തേർഡ് പാർട്ടി കാരണം തേർഡ് പാർട്ടി ഇവരെ ചീറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. കാലക്രമേണ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിലുള്ള വിശ്വാസം നിങ്ങളുടെ പേഴ്സണൽ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ പേഴ്സണലിലുള്ള വിശ്വാസം ഈ തേർഡ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുകയും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതും ഇവരെ ഒരു തരത്തിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചീറ്റ് ചെയ്താൽ എത്രത്തോളം വിഷമിക്കും എന്ന ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയപ്പോൾ നിങ്ങൾ എത്രമാത്രം വിഷമിച്ചോ ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ
ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിഷമവും കാര്യങ്ങളും ചീറ്റ് ചെയ്താൽ എത്രത്തോളം വിഷമിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് ആ ഒരു നിങ്ങൾ കടന്നുപോയ ആ ഒരു വഴിയിലൂടെ തന്നെ ഇപ്പൊ ഇവരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പൊ നിരാശയുണ്ട്, ദുഃഖമുണ്ട്, ഡിപ്രഷൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോയി, ആ ഒരു ബ്രേക്കപ്പ് എന്ത് റീസൺ വേണ്ടിയിട്ടായിരുന്നു എന്ന് പോലും നിങ്ങൾക്കറിയില്ല. പലപ്പോഴും നിങ്ങൾ ഈ ഒരു ബ്രേക്കപ്പ് അല്ല നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്ത് റീസണാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ എന്നെ ഇട്ടിട്ട് പോയത് എന്നാണ് നിങ്ങൾ പലപ്പോഴും കൂടുതലും ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയില്ല അത് എന്താ കാരണം. പക്ഷെ ആ ഒരു കാര്യം കൂടി ഈ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളോട് പറയും. അവര് തന്നെ നിങ്ങളോട് പറയും. കാരണം അവര് നിങ്ങളുടെ അടുത്ത് റിഗ്രറ്റ് ചെയ്യുകയും സോറി പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നൊരു കാരണം കൊണ്ടാണ് നിന്നെ ഇട്ടിട്ട് പോയതെന്നോ ആ ഒരു കാര്യവും നിങ്ങളോട് പറയും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ വളരെയധികം ലെസൺസ് ഒക്കെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇമോഷന്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സെയിം നിങ്ങളുടെ വിഷമങ്ങളോ നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ, അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥയൊന്ന് മനസ്സിലാക്കിക്കൂടെ, അല്ലെങ്കിൽ ഞാൻ ഇത്തരം ഒരു വിഷമമാണ് എനിക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ അവർക്കൊരു അവരെ സംബന്ധിക്കുന്ന കാര്യമില്ലാത്ത പോലെയാണ് അവരെടുത്തിരുന്നത്. പക്ഷെ ആ സെയിം ഇമോഷൻസ് ഇവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അതിന്റെ വാല്യൂസ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവർക്കൊരു അതിനൊക്കെ ഉള്ളൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ഇതിലേക്ക് പോയത്. അപ്പൊ ആ ഇമോഷൻസിന്റെ വാല്യൂസ് ഒക്കെ ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കാലഘട്ടം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാലഘട്ടം, എനർജി ഇവർക്കിപ്പോ ആ ഒരു എനർജി എൻഡ് ആകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതിനുശേഷം അവർ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവർക്ക്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റം സംഭവിച്ച, കാലം മാറ്റിയെടുത്ത ഒരു വ്യക്തികളാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ചില ആളുകളുടെ വ്യക്തികൾ ഇത്ര സിറ്റുവേഷൻസ് അതായത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പണി വാങ്ങി തുടങ്ങുന്ന സമയങ്ങളൊക്കെ ആയിരിക്കാം ആ ഒരു ഇപ്പൊ ഈ പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് വരാനും അതുപോലെ തേർഡ് പാർട്ടിയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് വരാനൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു സ്നേഹം അവരോടുണ്ട്. അപ്പൊ നിങ്ങൾ ഓടിപ്പോയി അവര് ഒരു പാമ്പറൊക്കെ ചെയ്ത് പിടിച്ചിട്ട് ഓക്കെ അപ്പൊ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവര് കുറച്ചൊരു പാഠമൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തിരിച്ചു വരട്ടെ. അപ്പം അല്ലെങ്കിൽ അവര് പിന്നെയും നിങ്ങളോട് ഫസ്റ്റ് ചെയ്തിരുന്ന അതേ കാര്യം തന്നെ, സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റീഡിങ് കണ്ട ഉടനെ തന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ ഇതിന്റെയൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി അവർ തിരിച്ചു വന്നിട്ടുണ്ടാകാം, സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, വീണ്ടും തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കയറിയിട്ടുണ്ടാകാം. ചിലർക്കൊക്കെ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടാവും. തേർഡ് പാർട്ടിയിലേക്ക് പോയി അവിടെ നിന്ന് ചെറിയ കൊച്ചു പണികളൊക്കെ വാങ്ങി കൂട്ടുന്നേ ഉള്ളായിരിക്കും. അപ്പോഴത്തേക്ക് അവർ തിരിച്ചു വന്നിട്ട് അയ്യോ എൻ്റെ ദൈവമേ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സോപ്പിട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ രണ്ട് കൈ നിന്നിട്ട് സ്വീകരിച്ച് കയറ്റിക്കൊണ്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരിവിടെ പഠിക്കാനുള്ള ലെസൺസ് ഒന്നും അവർ പഠിക്കാതെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻ്റർ ചെയ്യുന്നത്. അപ്പം വീണ്ടും ഈ സെയിം പ്രോസസ്സിലേക്ക് തന്നെ വീണ്ടും പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അവർക്കൊരു ചാൻസ് കൊടുക്കുക. ചാൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. പേഴ്സണലി ഞാൻ ഒരു അഭിപ്രായം ഇതിനകത്ത് പറയില്ല. സിറ്റുവേഷൻസ് നിങ്ങൾക്കാണ് അറിയാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാർച്ച് മന്ത് ആണ്. ഇതൊരു പോസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ജാനുവരി മന്ത് പോസിബിലിറ്റി ഉണ്ട്. ഫോട്ടോഗ്രാഫി, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഫോട്ടോ എടുക്കാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കാം, എന്തുമാകാം. നമ്പർ 10 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 38 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ബി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എബ്രോഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡൊക്കെ ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എബ്രോഡ് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. സെൽഫ് എംപ്ലോയി, യെസ്, നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫായിട്ട് ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരോ അങ്ങനെ സെൽഫായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ അല്ലാത്ത ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. ടാറ്റു ആർട്ട്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ടാറ്റു ആർട്ടുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ശരീരത്തിൽ എവിടെയെങ്കിലും ടാറ്റു ആർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ടാറ്റു ആർട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കാം. 1994 എന്ന് പറയുന്നൊരു വർഷം ഇവിടെ കാണുന്നുണ്ട്. 23 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ N നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
2003 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. 34 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 26 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ബേക്കർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ബേക്കറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് ജോബ് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, അല്ലെ വീട്ടിലൊക്കെ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ബേക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ ബേക്കിങ്ങുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന് നല്ല ബന്ധമുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, യെസ്, നിങ്ങളുടെ പേഴ്സൺ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് ഓൾറെഡി നമ്മൾ റീഡിങ്ങിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഷോർട്ട് ടെമ്പേർഡ്. ലോങ് നെയിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ നല്ല ലോങ് നെയിലൊക്കെ ഉള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്പർ 25 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1976 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1990 എന്ന വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അതുപോലെ തന്നെ 56 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മന്ത് നമുക്കൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ട്രൂ ലവ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം ഈ ഒരു സമയത്ത് ട്രൂ ആണ്, സത്യസന്ധമായിട്ടുള്ളതാണ് എന്ന് വിചാരിക്കുന്നു. കണ്ണൂർ എന്ന നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ കണ്ണൂർ എന്ന ഭാഗത്തു നിന്ന് എന്ന ജില്ലയിൽ നിന്നൊക്കെ ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കണ്ണൂരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കാം. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 55 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 22 എന്ന് പറയുന്ന ഒരു നമ്പറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.